വണ്ണം കുറയ്ക്കുവാൻ നോക്കുന്നവരും അതുപോലെ തന്നെ കുറച്ച് ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നുള്ളവരും ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഷുഗർ കട്ട് ചെയ്തിട്ട് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഏത് ഷുഗറാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്ന് തന്നെയാണ്. ഈ വൈറ്റ് ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് റിഫൈൻ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു കറുത്ത ദ്രാവകം ഉണ്ടാകുന്നുണ്ട്. മൊളാസസ് എന്ന പേരുള്ള ഈ ഒരു ദ്രാവകം റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വൈറ്റ് ഷുഗർ ലഭിക്കുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് ഈ ഒരു വൈറ്റ് ഷുഗറിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു കറുത്ത ദ്രാവകമായ മൊളാസസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രൗൺ ഷുഗർ ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് രണ്ടിന്റെയും പ്രിപ്പറേഷൻ രീതി എന്ന് പറയുന്നത്. വൈറ്റ് ഷുഗറിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ഒരു 100 ഗ്രാമിലുള്ള കലോറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 380 ആണ്. അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഓൾമോസ്റ്റ് നമുക്ക് സെയിം ആണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ ഷുഗർ ലെവൽ ബ്ലഡിൽ എത്ര പെട്ടെന്നാണ് കൂടുന്നതിനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് 60 to 70% ആണ് ബ്രൗൺ ഷുഗറിലും വൈറ്റ് ഷുഗറിലും. ബ്രൗൺ ഷുഗറിന്റെയും വൈറ്റ് ഷുഗറിന്റെയും മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ നിറവും രുചിയും. അതുപോലെ തന്നെ ഈ ബ്രൗൺ ഷുഗറിൽ വൈറ്റ് ഷുഗറിനെക്കാട്ടിലും കാൽഷ്യത്തിന്റെയും അയണിന്റെയും അളവ് കുറച്ച് കൂടുതലാണ്. ബ്രൗൺ ഷുഗറിൽ കാൽഷ്യത്തിന്റെ അളവ് ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാമിൽ ഒരു 83 മില്ലിഗ്രാം വരെ ഉണ്ടാവുന്നതാണ്. വൈറ്റ് ഷുഗറിൽ ഒരു 100 ഗ്രാമിൽ 1 മില്ലിഗ്രാം വരെ കാൽഷ്യം അടങ്ങിയിട്ടുള്ളൂ. ചെറിയ അളവിൽ ബ്രൗൺ ഷുഗറിൽ അയണും അടങ്ങിയിട്ടുണ്ട്. ഈ ബ്രൗൺ ഷുഗർ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര ഉയർന്ന അളവിലൊന്നും നമുക്ക് കാൽഷ്യം അയണും ഒന്നും ലഭിക്കുകയില്ല. വൈറ്റ് ഷുഗർ അമിതമായിട്ട് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന എല്ലാ സൈഡ് എഫക്റ്റും നമുക്ക് ബ്രൗൺ ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഡയബറ്റീസിന്റെ പ്രോബ്ലവും അമിതവണ്ണവും ഒക്കെ നമുക്ക് ഈ ഒരു ബ്രൗൺ ഷുഗർ കഴിച്ചാലും വൈറ്റ് ഷുഗർ കഴിച്ചാലും നമുക്ക് ഉണ്ടാകുന്നതാണ്. പഞ്ചസാര എന്ന് പറയുന്നത് നമുക്കൊരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരമല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ മിതമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഗ്ലാസ് ചായയിലേക്ക് നമുക്ക് ഒരു 1 സ്പൂൺ വൈറ്റ് ഷുഗർ ആഡ് ചെയ്താൽ നമുക്ക് അതിന്റെ ടേസ്റ്റ്, നമുക്ക് മധുരം നമുക്ക് ലഭിക്കുന്നതാണ്. അതേസമയം നമുക്കൊരു ബ്രൗൺ ഷുഗർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 1 സ്പൂണിന് പകരം ചിലപ്പോൾ 2 സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ അളവ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. പഞ്ചസാരേനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ് ബ്രൗൺ ഷുഗർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. ബ്രൗൺ ഷുഗർ ആണെങ്കിലും വൈറ്റ് ഷുഗർ ആണെങ്കിലും മിതമായിട്ട് അളവിൽ നമ്മൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റ് ഷുഗർ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ഷുഗറിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിനൊന്നും നമുക്ക് സഹായകരമല്ല. വളരെ ചെറിയ അളവിൽ കുറച്ച് കാൽഷ്യത്തിന്റെയും അയണിന്റെയും അളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമ്മളിപ്പോൾ ഒരു 1 സ്പൂൺ ഒന്നും കഴിച്ചുകൊണ്ട് നമ്മുടെ കാൽഷ്യം ലെവൽ കൂടുകയാണോ അല്ലെങ്കിൽ അയൺ നമുക്ക് ലഭിക്കുകയും ഇല്ല. വളരെ ഉയർന്ന അളവിൽ നമുക്ക് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ധാതുക്കൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഉയർന്ന അളവിൽ നമുക്ക് കഴിക്കുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ഡയബറ്റീസ് പോലെയുള്ള പ്രോബ്ലംസും അമിതവണ്ണവും നമുക്ക് ഈ ബ്രൗൺ ഷുഗർ കഴിച്ചാലും നമുക്ക് വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബ്രൗൺ ഷുഗർ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേക ആരോഗ്യ ഗുണങ്ങളും നമുക്ക് വലിയ കാര്യമായിട്ട് നമുക്ക് ലഭിക്കുകയില്ല. ഏത് തരം പഞ്ചസാരയാണെങ്കിലും മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.